സി കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. സി കാറ്റിൽ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡ്. നമ്മുടെ പാഠഭാഗങ്ങൾ ചർച്ച ചെയ്യുന്നതിനും നമ്മോട് സംസാരിക്കുന്നതിനും സംശയങ്ങൾ പരിഹരിക്കുന്നതിനുമായി ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ക്ലാസ് നയിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടി ചോദിച്ച ഒരു സംശയമാണ് അച്ഛനുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വൈദിക സേവനത്തിൽ നിന്ന് സഭ വിലക്കിയ ഒരു വ്യക്തിക്ക് സഭ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള അനുമതി നൽകാറുണ്ടോ? അവരുടെ കുട്ടികളുടെ കൂദാശ ജീവിതം എപ്രകാരമാണ്? ഒന്ന് വിശദീകരിക്കാമോ? സോജൻ സാറ് കുട്ടിയുടെ ചോദ്യം എന്ന് പറഞ്ഞ് ചോദിച്ചെങ്കിലും ഉദ്ദേശിച്ചത് സോജൻ സാറിൻ്റെ തന്നെ സംശയമാകാനാണ് സാധ്യത, അല്ലേ? ഓക്കെ ഏതാണെങ്കിലും ശരി, ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രേക്ഷകർക്കും പലർക്കും ഉള്ളൊരു സംശയമാണ്. വൈദിക ജീവിതത്തിൽ നിന്ന് വിലക്കപ്പെട്ട അല്ലെ വൈദിക ജീവിതം ഉപേക്ഷിച്ച് പോയ വൈദികർ, അവർ വൈദികർ തന്നെയാണ്. പൗരോഹിത്യം നിത്യമായി നൽകപ്പെടുന്ന ശുശ്രൂഷയാണ്, കൂദാശയാണ്. പക്ഷെ ആ ശുശ്രൂഷയുടെ അനുഷ്ഠാനത്തിൽ നിന്ന് അവർക്ക് മുടക്ക് വന്നിരിക്കുന്നു, അല്ലേ? അതിന് ചേരാത്ത പ്രവൃത്തികൾ അവർ ചെയ്തപ്പോൾ അവരെ അതിൽ നിന്ന് വിലക്കിയിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോഴും അവർ വൈദികർ തന്നെയാണ്. വേറെ കാനൻ നിയമത്തിൽ തന്നെ, സഭയുടെ കാനൻ നിയമം തന്നെ പറയുന്നുണ്ട്, മരണകരമായ സാഹചര്യങ്ങളിൽ വേറെ ഒരച്ഛൻ്റെ അടുത്തും കുമ്പസാരിക്കാൻ, അന്തിമ ആശീർവാദം മേടിക്കാനോ അവസരമില്ലാതെ വരുന്ന സന്ദർഭങ്ങളിൽ ഇങ്ങനെ നിങ്ങളുടെ അയലോക്കത്ത് കുടുംബജീവിതം നയിക്കുന്ന പണ്ട് പട്ടം ഉപേക്ഷിച്ച് പോയ ആളുടെ അടുത്തുനിന്ന് ആശീർവാദം മേടിച്ചാൽ അത് സാധുവായ ആശീർവാദമാണ്, പാപമോചനമാണ് എന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഈ പൗരോഹിത്യം ആ വ്യക്തിക്ക് നഷ്ടപ്പെടുന്നില്ല, മറിച്ച് അതിൻ്റെ അനുഷ്ഠാനം വിലക്കിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സാർ ചോദിച്ച അവർക്ക് കല്യാണം കഴിക്കുന്ന സാഹചര്യം, പൗരോഹിത്യ അനുഷ്ഠാനം വിലക്കപ്പെട്ട ആളുകൾക്ക് വിവാഹം കഴിക്കാൻ അനുവാദമുണ്ട് സഭയിൽ. എന്തു ചെയ്യണം? അവർ രേഖാമൂലം പരിശുദ്ധ പിതാവിന് അപേക്ഷ സമർപ്പിക്കണം. മാർപ്പാപ്പ ആ അപേക്ഷ ശരിയാം വിധം പഠിച്ച ശേഷം അവരുടെ പൗരോഹിത്യത്തിൽ നിന്നല്ല, അവരുടെ ബ്രഹ്മചര്യ വ്രതത്തിൽ നിന്ന് അവർക്ക് ഒഴിവ് കൽപ്പിക്കുന്നു. അതിനെ ഡിസ്പെൻസേഷൻ എന്ന് കാനൻ നിയമത്തിൻ്റെ ഭാഷയിൽ പറയും. എന്ന് പറഞ്ഞാൽ ഒരു ഒഴിവ് എന്നാണ് അർത്ഥം. ബ്രഹ്മചര്യ വ്രതത്തിൽ നിന്ന് അവർക്ക് ഒഴിവ് കൊടുക്കും. അപ്രകാരം ഒഴിവ് കിട്ടിയ വ്യക്തികൾക്ക് തീർച്ചയായും സഭയിൽ ഏതൊരു അൽമായനും കല്യാണം കഴിക്കുന്നത് പോലെ കൂദാശപരമായി വിവാഹം എന്ന കൂദാശ സ്വീകരിക്കാം. അവരുടെ മക്കളെ സംബന്ധിച്ച്, കൂദാശപരമായ വിവാഹം നടത്തിയവരുടെ മക്കളെ സംബന്ധിച്ച് പ്രശ്നമില്ലല്ലോ. ഇനി അതല്ലാതെ ഇങ്ങനെ ഡിസ്പെൻസേഷൻ കിട്ടാത്ത വ്യക്തികളുടെ മക്കൾ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്ത് ആരേ ഉള്ളൂ? അപ്പനേ ഉള്ളൂ, അല്ലേ? എന്തിനാണ് ഈ മക്കൾക്ക് അതിൻ്റെ പേരിൽ ഒരു വിവേചനവും സഭയിലില്ല. അവർക്ക് സമയത്ത് മാമോദീസ സ്വീകരിക്കുക. കുഞ്ഞുങ്ങൾക്ക് എന്തു ചെയ്യണം? വേറെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ഉണ്ടാവണം, അല്ലേ? അവരുടെ വിശ്വാസ സാക്ഷ്യത്തെ പ്രതി ഈ കുഞ്ഞുങ്ങൾക്ക് മാമോദീസ സ്വീകരിക്കാനും മറ്റേതൊരു ക്രൈസ്തവ കുഞ്ഞുങ്ങളെ പോലെ വളർന്നു വരാനുമുള്ള അവകാശം ഇപ്രകാരം പൗരോഹിത്യം ഉപേക്ഷിച്ച് ഡിസ്പെൻസേഷൻ കിട്ടാത്ത വ്യക്തികളുടെ മക്കളെ സംബന്ധിച്ചും അതുതന്നെയാണ് സഭയുടെ നിലപാട്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് സഭയ്ക്ക് ഒരു വിവേചനവും. കാരണം അവർ യാതൊരു തെറ്റും ചെയ്യാത്ത നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളാണ്. അവരോട് സഭയിൽ ഒരു വിവേചനവും ഇല്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു. സാജൻ ഡോക്ടർക്ക് വീണ്ടും സംശയം ഉണ്ടായിട്ടുണ്ട്. സാറ് ചോദിക്കൂ. വൈദിക ബ്രഹ്മചര്യത്തെ പറ്റിയാണ്. പല സഭകളിലും നമ്മൾ കാണുന്നുണ്ട്, വൈദികർ വിവാഹം കഴിച്ചതായിട്ട് കാണുന്നുണ്ട്. പലപ്പോഴും ചിന്തിക്കുന്ന വൈദികർ തെറ്റിലേക്ക് പോകാതിരിക്കാൻ വിവാഹം കഴിക്കുന്നതാണ് നല്ലത്. പക്ഷെ എന്താണ് കത്തോലിക്ക സഭയിൽ വൈദിക ബ്രഹ്മചര്യത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് വിശദീകരിച്ചു തരാം. കല്യാണം കഴിച്ചാൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. നിങ്ങളെല്ലാവരും കല്യാണം കഴിച്ചവരാണ്. കല്യാണം കഴിച്ചവർക്ക് പ്രലോഭനമോ
പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ടത് നിങ്ങളൊക്കെ തന്നെയാണ്, ഇല്ലേ? യെസ്, അതായത് അതൊരു തെറ്റായ വാദമാണ്. അതിനകത്ത് രണ്ട് തെറ്റുണ്ട്. ഒന്ന്, കല്യാണം കഴിച്ച് കഴിയുമ്പോൾ എല്ലാ പ്രതിസന്ധികളും തീർന്നു എന്ന് പറയുന്നവർ വെറും സാങ്കല്പിക ലോകത്താണ്. അതല്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വഴിയാണ് കല്യാണം എന്ന് പറയുന്നതും തെറ്റായ വിവാഹ സങ്കല്പമാണ്. അതുകൊണ്ട് ആ ഒരു പ്രസ്താവന പറയുന്നവർ അവരുടെ അറിവില്ലായ്മ പങ്കുവയ്ക്കുന്നു എന്ന് മാത്രമേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. സാറ് ചോദിച്ചത്, സാജൻ സാറിൻ്റെ ഇപ്പോഴത്തെ ചോദ്യം, വൈദിക ബ്രഹ്മചര്യം ആവശ്യമുള്ളൊരു കാര്യമാണോ? പൗരോഹിത്യവും ബ്രഹ്മചര്യവും തമ്മിൽ അഭേദ്യമായ ബന്ധമൊന്നുമില്ല. കത്തോലിക്ക പാരമ്പര്യത്തിൽ തന്നെ നമുക്കറിയാം, പാശ്ചാത്യ സഭയും പൗരസ്ത്യ സഭകളിൽ സീറോ മലബാർ, സീറോ മലങ്കര സഭകളും മാത്രമേ വൈദിക ബ്രഹ്മചര്യം നിർബന്ധമായി വച്ചിട്ടുള്ളൂ. ബാക്കി 22 പൗരസ്ത്യ സഭകളിൽ 20 എണ്ണവും വിവാഹിതരായ വൈദികരെ അനുവദിക്കുന്നതാണ്. സീറോ മലബാർ സഭയേക്കാളും എണ്ണത്തിൽ കൂടുതലുള്ള ഉക്രൈനിയൻ സഭ അടക്കം വിവാഹിതരായ വൈദികരെ അനുവദിക്കുന്നുണ്ട്. അതുകൊണ്ട് പൗരോഹിത്യവും ബ്രഹ്മചര്യവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. മറിച്ച് പൗരോഹിത്യം ക്രിസ്തു എന്ന വ്യക്തിയെ പ്രതിനിധാനം ചെയ്യുന്ന ശുശ്രൂഷയാകുമ്പോൾ പൗരോഹിത്യധർമ്മം അതിൻ്റെ പൂർണ്ണതയിൽ അനുഷ്ഠിക്കാൻ ഒരു വ്യക്തിയുടെ ബ്രഹ്മചര്യം സഹായകമാണ്. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഒന്നാമതായി ഈശോ മിശിഹ ബ്രഹ്മചാരി ആയിരുന്നു. പൗരോഹിത്യ ബ്രഹ്മചര്യത്തിനെതിരായി വാദിക്കുന്ന എല്ലാവരെയും നിശബ്ദരാക്കുന്ന നിലപാട് ഈശോയുടെ തന്നെയാണ്. ഈശോ 33-ാമത്തെ വയസ്സിലാണ് മരിച്ചത് എന്നോർക്ക്. യഹൂദ പാരമ്പര്യമനുസരിച്ച് പ്രത്യേകിച്ച് ഈശോയെപ്പോലെ ഒരു റബ്ബിയായ വ്യക്തി 18-ാം വയസ്സിൽ നിർബന്ധമായും വിവാഹം കഴിക്കേണ്ട ആളായിരുന്നു യഹൂദ ആചാരമനുസരിച്ച്. പക്ഷേ 18-ാം വയസ്സിൽ വിവാഹം കഴിക്കേണ്ടിയിരുന്ന ഈശോ 33 വയസ്സായിട്ടും വിവാഹം കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ നമ്മുടെ ഇത് വെച്ച് നോക്കരുത്. ഇന്നിപ്പോൾ 35 ആയാലേ പല പിള്ളേരും കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ, അതല്ല. അപ്പോൾ ഈശോ ബ്രഹ്മചാരിയായിരുന്നു എന്നുള്ളത് വൈദിക ബ്രഹ്മചര്യത്തെ സാധൂകരിക്കുന്ന ഏറ്റവും വലിയ ആശയമാണ്. 2, സഭാപരമായ ഒരർത്ഥം അതിനുണ്ട്. സഭാ ശുശ്രൂഷകൾക്ക് സഭയോടുള്ള പ്രതിബദ്ധത ഏറ്റവും കൂടുതലായി അനുഷ്ഠിക്കാൻ കഴിയുന്നത് ഒരു വ്യക്തിക്ക് സ്വന്തമായി കുടുംബമില്ലാതിരിക്കുമ്പോൾ, ഇല്ലേ? സ്വന്തം കുടുംബമുള്ളവർക്ക് നിങ്ങൾക്കറിയാം, അതിൻ്റെ നിങ്ങളുടെ ഭാര്യയുടെ വിഷയങ്ങളുണ്ട്, ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കേണ്ടതുണ്ട്, കൊച്ചുങ്ങൾക്ക് രോഗം വന്നാൽ അതിനെയും കൊണ്ട് ഓടേണ്ടതുണ്ട്. നിങ്ങൾ തന്നെ പലപ്പോഴും സൺഡേ സ്കൂളിൽ പലപ്പോഴും കട്ട് ചെയ്ത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ വീട്ടിലെ ഓരോ ആവശ്യം വരുമ്പോൾ. അതുകൊണ്ട് പരിപൂർണമായുമുള്ളൊരു സഭാ ശുശ്രൂഷ എന്ന് പറയുന്നത് ശ്രമകരമാണ് കുടുംബജീവിതത്തിൽ. ആ കുടുംബത്തോടുള്ള ഉത്തരവാദിത്വം വേണ്ടാന്ന് വയ്ക്കാൻ പറ്റിയല്ല ഒരു വൈദികന്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, അവിവാഹിത വൈദികർ അല്ലെങ്കിൽ ബ്രഹ്മചാരികളായ വൈദികരുള്ള സഭകളും വിവാഹിതരായ വൈദികരുള്ള സഭകളും തമ്മിൽ ആ സഭകളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ വിലയിരുത്തിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന്, വളരെ അത്ഭുതകരമായി വളരുമ്പോൾ മറ്റ് സഭകൾക്ക് അത്തരത്തിലുള്ള പ്രേക്ഷിതാഭിമുഖ്യങ്ങൾ കുറഞ്ഞു പോകുന്നു. ബ്രഹ്മചാരികളായ വൈദികർക്ക് മാത്രമേ വീടും നാടും ഉപേക്ഷിച്ച് അന്യദേശത്ത് പോയി ഈശോയ്ക്ക് വേണ്ടി സുവിശേഷ പ്രഘോഷണം നടത്താൻ പറ്റുള്ളൂ, ഇല്ലേ? സമയത്ത് ഇവിടെ കണ്ടില്ല എങ്കിൽ പിള്ളേർ വഴക്കുണ്ടാക്കും, ഭാര്യ മൊഴിയല്ലി പോയെന്നിരിക്കും, ഇല്ലേ? അതുകൊണ്ട് അതൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് സഭാപരമായ സഭാ ശുശ്രൂഷയ്ക്കുള്ളൊരർത്ഥമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ ലേഖനം 7-ാം അധ്യായത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, എല്ലാവരും എന്നെപ്പോലെ ആയാൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിവാഹിതരുടെ സ്നേഹം വിഭജിതമായ സ്നേഹമാണ്, എന്നാൽ അവിവാഹിതൻ്റെ സ്നേഹം അവിഭാജ്യ സ്നേഹമാണ്. ശുശ്രൂഷകരെ കുറിച്ച് പറയുമ്പോഴാണ് പറയുക.
വിവാഹിതരുടെ സ്നേഹം വിഭജിതമാണ്. അവർ കർത്താവിനെയും സ്നേഹിക്കണം, ഭാര്യയെയും സ്നേഹിക്കണം, പിള്ളേരെയും സ്നേഹിക്കണം, അല്ലേ? യെസ്. അവിവാഹിതൻ്റെ സ്നേഹം, കർത്താവിനോടുള്ള സ്നേഹം അവിഭാജ്യമായ സ്നേഹമാണ്. അപ്രകാരം അവസാനമായതിനൊരു യുഗാന്ത്യപരമായ അർത്ഥമുണ്ട്. ഈശോ പറഞ്ഞു, ദൈവരാജ്യത്തെ പ്രതി ഷണ്ഡന്മാരായി കഴിയുന്നവരുണ്ട് എന്ന് പറഞ്ഞു, അല്ലേ? മത്തായി സുവിശേഷം 19-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവരാജ്യത്തെ പ്രതി ഷണ്ഡന്മാരായവർ. അതെന്തിനാണ്? വരാനിരിക്കുന്ന ലോകത്ത് വലിയ അനുഗ്രഹം അവർക്കായി കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛന്മാരെ എല്ലാം പിടിച്ച് കല്യാണം കഴിപ്പിച്ചാൽ എല്ലാ പ്രശ്നവും തീരും എന്ന് പറയുന്നവർ സഭയെ സ്നേഹിക്കുന്നവരല്ല. അവർക്കറിയാം ഈ ബ്രഹ്മചാരികളായ വൈദികരാണ് സഭയുടെ കരുത്ത്, ഈ സഭ ഇങ്ങനെ അജയ്യമായി നിലകൊള്ളുന്നതിൻ്റെ പിന്നിൽ ഈ വൈദികരുടെ സമർപ്പണമാണ് എന്നവർക്കറിയാം. അതുകൊണ്ട് സഭയുടെ ശത്രുക്കളുടെ എക്കാലത്തെയും ആവശ്യം എന്താണ്? ഈ വൈദിക ബ്രഹ്മചര്യം എടുത്തു കളയണം, അച്ഛന്മാരെ കല്യാണം കഴിപ്പിക്കണം, എല്ലാ പ്രശ്നവും തീരും. കല്യാണം കഴിക്കാതെ തീരാത്ത ഒരു പ്രശ്നവും കഴിച്ചാലും തീരുകയില്ല. മനസ്സിലാവുന്നു? അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ ലോകത്തെ സ്ത്രീപീഡനങ്ങളുടെ കണക്കെടുക്കുക, ഇതെവിടുന്നാണ് വരിക? വിവാഹം കഴിച്ചവരുടെ ഇടയിൽ നിന്നാണ്. വിവാഹിതരായ വൈദികരുള്ള സഭകൾ അവിടുത്തെ പിതാക്കന്മാർ പലപ്പോഴും പങ്കുവയ്ക്കാറുണ്ട്. പലപ്പോഴും ഇവിടെ അവിവാഹിതരായ ബ്രഹ്മചാരികളായ വൈദികരുടെ ഇടയിലുള്ള അത്രയോ അല്ല അതിനേക്കാളുമോ പ്രശ്നങ്ങൾ പലപ്പോഴും അവരുടെ ഇടയിലുമുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ മാനുഷികമായ വിഷയങ്ങളാണ്. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ കാമനകളെ, അതിൻ്റെ നിലപാടുകളെ, ആഗ്രഹങ്ങളെ ആത്മാവിൻ്റെ ശക്തിയാൽ നിയന്ത്രിക്കാനും അതിൻ്റെ മേൽ ശക്തി ആർജിക്കാനും കഴിയുക എന്നുള്ളതാണ് യഥാർത്ഥ പരിഹാരം. ദൈവിക ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നവർക്ക് വേണ്ടത് അത്തരം മനോഭാവങ്ങളാണ്. ആ മനോഭാവത്തെയാണ് നമ്മൾ ഗൗരവമായി എടുക്കേണ്ടത്. വിവാഹിത സഭകളിൽ പോലും, വിവാഹിത വൈദികരുള്ള സഭകളിൽ പോലും അവർ വിവാഹത്തെ സംബന്ധിച്ച് പല നിർദ്ദേശങ്ങളും വച്ചിട്ടുണ്ട്. ഒന്ന്, അവർ പൗരോഹിത്യം സ്വീകരിച്ചു കഴിഞ്ഞാൽ വിവാഹം പാടില്ല. വിവാഹിതർക്ക് പൗരോഹിത്യം സ്വീകരിക്കാം, പക്ഷേ പുരോഹിതർക്ക് വിവാഹം കഴിക്കാൻ പാടില്ല എന്നാണ് നിയമം. രണ്ട്, പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണതയായ മെത്രാൻ പദവി സ്വീകരിക്കുന്നവർ അവിവാഹിതരായിരിക്കണം എന്ന് എല്ലാ പൗരസ്ത്യ സഭകളും നിയമം മൂലം നിഷ്കർഷിച്ചിട്ടുണ്ട്. അപ്പോൾ വിവാഹിതരായ വൈദികരെ അനുവദിക്കുന്ന സഭകൾ പോലും ബ്രഹ്മചര്യവും പൗരോഹിത്യവും തമ്മിലുള്ള ബന്ധത്തെ ആദരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നുണ്ട് എന്ന സത്യം കൂടി നമ്മൾ തിരിച്ചറിയണം. അച്ഛൻ വളരെ വ്യക്തമായതിന് ഉത്തരം പറഞ്ഞു. അച്ഛൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന അനേകം പ്രേക്ഷകരുണ്ടല്ലോ, ഈ കാലഘട്ടത്തിൽ ദൈവവിളിയുടെ ആഭിമുഖ്യങ്ങളൊക്കെ വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പിള്ളേർ ചോദിച്ചൊരു സംശയമാണ്, വിവാഹത്തിന് ശേഷം ഈ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ഒരു കാര്യമായി പരിഗണിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, വിവാഹിതനായ ഒരാൾക്ക് വീണ്ടും ഇപ്രകാരം ഒരു വൈദികനാകാൻ സാധിക്കുകയില്ലേ? അപ്പോൾ അതിനുള്ളിലെ ബ്രഹ്മചര്യത്തിൻ്റെ പ്രസക്തി എന്താണ്? ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റിയതിന് ശേഷം അയാൾ വീണ്ടും അച്ഛനാകാൻ വേണ്ടി വരുന്നു. സഭയിൽ അപ്രകാരമുള്ള സെലക്ഷൻസൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ബ്രഹ്മചാരിയായ വൈദികൻ എന്നൊക്കെ പറയുന്നതിൻ്റെ പ്രസക്തി എന്താണ് എന്നൊരു ചോദ്യമുണ്ട്. അതിനെങ്ങനെയാണ് അതിൻ്റെ പ്രായമായവർക്ക് കൂടുതൽ ശുശ്രൂഷയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ടോ എന്നും കൂടി വ്യക്തമാക്കുന്ന രീതിയിൽ അതിന് ഉത്തരം നൽകിയാൽ നല്ലതായിരിക്കും. ഇവരിൽ ചെറുക്കം വരാവുന്നതാണ്. ഇവരിൽ അല്ല ഏത് വിശ്വാസിക്കും പൗരോഹിത്യം സ്വീകരിക്കാം. പക്ഷേ ചില വ്യവസ്ഥകളുണ്ട്. വിവാഹിതരായവർക്ക് പൗരോഹിത്യം കിട്ടാക്കനിയൊന്നുമല്ല, അവർക്കും സ്വീകരിക്കാം. പക്ഷേ അതിന് ചില വ്യവസ്ഥയുണ്ട്. ഒന്ന്, ജീവിത പങ്കാളി ജീവിച്ചിരിക്കുന്നയാളാകാൻ പാടില്ല. എന്നാൽ ജീവിത പങ്കാളിയെ തട്ടിയേച്ച് വന്നേക്കാമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ജീവിത പങ്കാളി മരിച്ചുപോയ വ്യക്തിയാണ്, സ്വാഭാവികമായും മരിച്ചയാളായിരിക്കും. മക്കൾ പ്രായപൂർത്തിയായവരും അപ്പൻ്റെ ഭാഗത്തു നിന്നുള്ള സംരക്ഷണം കൂടാതെ തങ്ങൾ ജീവിച്ചു കൊള്ളാമെന്ന് അവർ സത്യവാങ്മൂലം എഴുതി സമർപ്പിക്കുകയും വേണം.
പിള്ളേർ. ഒരു കൊച്ചെങ്കിലും പറയുകയാണ് ഈ അപ്പനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റിയല്ല, അപ്പനെ കൊണ്ടുപോകാൻ പറ്റിയല്ല എന്ന് പറഞ്ഞാൽ പൗരോഹിത്യം കൊടുക്കുകയല്ല. അപ്പൻ്റെ കാര്യത്തിൽ അപ്പനില്ലാതെ ഞങ്ങൾ ജീവിച്ചോളാം, അപ്പനെ സഭാ ശുശ്രൂഷയ്ക്ക് വിടുന്നതിൽ ഞങ്ങൾക്കൊരു തടസ്സവുമില്ല എന്ന് മക്കൾ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്താൽ ആ വ്യക്തിയുടെ സ്വഭാവവും നാളിതുവരെയുള്ള കുടുംബജീവിതത്തിലെ മാതൃകാപരമായ ജീവിതമാണോ എന്നൊക്കെ പരിശോധിച്ചുകൊണ്ട് ആ വ്യക്തിയുടെ പഠിക്കാനുള്ള കഴിവിനെ, പൗരോഹിത്യം സ്വീകരിക്കുന്ന കുറേ കാര്യങ്ങൾ പഠിക്കണം അല്ലേ, പഠിക്കാനുള്ള കഴിവിനെയും എല്ലാം പരിഗണിച്ചുകൊണ്ട് അതാത് രൂപതയിലെ അധ്യക്ഷന്മാർക്ക് അതിനുള്ള അനുവാദം കൊടുക്കാം എന്നാണ് സഭാ നിയമം. അതുകൊണ്ട് നിങ്ങൾ ജീവിത പങ്കാളിയോട് ഒത്തു ജീവിക്കുന്നവർ സമാധാനമായിട്ട് ജീവിക്കുക. ജീവിത പങ്കാളി മരിച്ചു പോവുകയും മക്കളെല്ലാം പ്രായപൂർത്തിയായി സ്വയം പര്യാപ്തരാവുകയും ചെയ്തവർക്ക് മേൽപ്പറഞ്ഞ ഗുണഗണങ്ങളെല്ലാം ഒത്തിട്ടുണ്ട് എങ്കിൽ, പൗരോഹിത്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ സ്വപ്നങ്ങളുണ്ട് എങ്കിൽ, അതിനുള്ള വിളി നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യം വരുന്നെങ്കിൽ, ആത്യന്തികമായി പൗരോഹിത്യം ആരും തിരഞ്ഞെടുക്കുന്നതല്ല. എന്നാൽ ഞാൻ പോയി അങ്ങ് അച്ഛനായേക്കാം എന്ന് വിചാരിച്ച് ആകുന്നതല്ലല്ലോ അത്. അത് അന്തിമമായി അതിൻ്റെ പിന്നിലൊരു ദൈവവിളിയുണ്ട്. ആ ദൈവവിളിയും നിങ്ങൾക്ക് പ്രേരകമായി നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രൂപതാധ്യക്ഷനെ സമീപിച്ച് ഈ കാര്യം ചർച്ച ചെയ്ത് അനുവാദത്തിന് വേണ്ടി പരിശ്രമിക്കാവുന്നതാണ്. അച്ഛാ, ഒരു സംശയം, നേരെ പ്രായപരിധിയുണ്ടോ ഇങ്ങനെയുള്ളത്? സാറിന് എത്ര വയസ്സായി? എനിക്ക് 55 വയസ്സായി. 55 വയസ്സായി. ജീവിത പങ്കാളി ജീവിച്ചിരിപ്പുണ്ട്. മക്കള് 3 പേര് കല്യാണം കഴിച്ചിട്ടേ ഇല്ല, പഠിക്കുക. സാറ് തൽക്കാലം ഈ രീതിയിൽ പോകുന്നതായിരിക്കും നല്ലത്. അതിന് പ്രത്യേകിച്ച് പ്രായപരിധി ഒന്നും സഭ വെച്ചിട്ടില്ല. നമുക്കറിയാം ശുശ്രൂഷ പൗരോഹിത്യം എന്ന് പറയുന്നത് എന്താണ്? ശുശ്രൂഷ ചെയ്യാനുള്ള പൗരോഹിത്യമാണ്. ശുശ്രൂഷ ചെയ്യാനുള്ള ആരോഗ്യമുണ്ട് എന്ന് കണ്ടാലേ ആ വ്യക്തിയെ സെമിനാരിയെ സ്വീകരിക്കുകയുള്ളൂ. സെമിനാരി പരിശീലനം തന്നെ മിനിമം ഒരു 10 കൊല്ലം നീളും ഇല്ലേ? അപ്പോൾ 80-ാം വയസ്സിൽ ഞാൻ വന്ന് അച്ഛനായേക്കാന്ന് പറഞ്ഞാൽ നടക്കുകയല്ല. അപ്പോൾ ഈ പരിശീലനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന വ്യക്തിക്ക് സഭാ ശുശ്രൂഷ നടത്താനുള്ള ആരോഗ്യക്ഷമതയുണ്ട് എന്ന് രൂപതാധ്യക്ഷന് ബോധ്യം വരണം. എങ്കിലേ അത് സാധിക്കുകയുള്ളൂ. നിശ്ചിത പ്രായം വെച്ചിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് ന്യായമായും ഊഹിക്കാം. മാമോദിസ സ്വീകരിക്കുമ്പോൾ എല്ലാവർക്കും ശുശ്രൂഷ പൗരോഹിത്യം കിട്ടുന്നുണ്ട്. അതുപോലെ കുറച്ചുകൂടി കഴിഞ്ഞ് പ്രായമായ ആൾക്കാർ സെമിനാരിയിൽ പോയിട്ട് അവർക്ക് പൗരോഹിത്യ കിട്ടുന്നുണ്ട്. എന്നാൽ സിസ്റ്റേഴ്സിന് അവർ നിത്യവ്രത വാഗ്ദാനം നടത്തി ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം എന്നീ വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ചു അവർക്ക് പൗരോഹിത്യം കൊടുക്കുന്നില്ല. എന്നാൽ ആംഗ്ലിക്കൻ സഭയിൽ ഇത് കൊടുക്കുന്നതായിട്ട് അറിയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് കത്തോലിക്ക സഭയിൽ ഇത് ചെയ്യുന്നില്ല? സാറ് വീണ്ടും സങ്കീർണമായ ചോദ്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുവന്നേ. വനിതാ പൗരോഹിത്യം എന്തുകൊണ്ടില്ല? ഇതാണ് സാറ് വളഞ്ഞു പിടിച്ച് ചോദിച്ച ചോദ്യത്തിൻ്റെ അർത്ഥം. അതാണ് അല്ലേ? എന്തുകൊണ്ട് വനിതകൾക്ക് പൗരോഹിത്യം ഇല്ല? അതായത് സിസ്റ്റേഴ്സ് നിത്യവ്രതം എടുക്കുന്നു, അവർ വ്രതവാഗ്ദാനം ചെയ്യുന്നു, അത് നിത്യമായും വാഗ്ദാനം ചെയ്യുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ പൗരോഹിത്യവും വ്രതവാഗ്ദാനങ്ങളും വ്യത്യസ്തമാണ്. ഒന്ന്, എന്തുകൊണ്ട് വനിതാ പൗരോഹിത്യം ഇല്ല? ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച തന്നെ സഭയിൽ ആവശ്യമില്ല എന്നാണ് ജോൺ പോൾ മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്താൽ അത് ദോഷകരമാകുമോ എന്നെനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് എങ്കിലും സാറൻ ഇത്രയും ഗൗരവമുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോൾ അതിനൊരു മറുപടി പറയേണ്ടതായതുകൊണ്ട് ഞാൻ പറയാം. വനിതാ പൗരോഹിത്യം എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചാൽ, മനുഷ്യാവതാരം ചെയ്ത ഈശോ മിശിഹ ജനിച്ചത് ആരായിട്ടാണ്? ആണായിട്ടാണോ പെണ്ണായിട്ടാണോ? ദൈവത്തിൻ്റെ ജെൻഡർ, ദൈവം ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചാൽ അതിനതീതമാണ് എന്ന് നമുക്ക് പറയാം അല്ലേ? അതേസമയം മനുഷ്യാവതാരം ചെയ്ത ഈശോ ഒരു പുരുഷനായിട്ടാണ് വളർന്നത്. ആ കാര്യത്തിൽ സംശയമില്ലല്ലോ. അപ്പോൾ പൗരോഹിത്യം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായി ശുശ്രൂഷ ചെയ്യാനുള്ള വിളിയാണ്. അതുകൊണ്ട് ഇൻ പെർസോണ ക്രിസ്തി, യേശു എന്ന വ്യക്തിയുടെ സ്ഥാനത്ത്
എന്നാണ് അക്വിനാസ് പുണ്യാളനൊക്കെ പൗരോഹിത്യത്തെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ അത് ആർക്ക് വേണ്ടിയുള്ളതാണ്? പുരുഷന്മാർക്ക് വേണ്ടിയുള്ളത്. ഇനി ഈശോയുടെ മനസ്സിലെന്തായിരുന്നു? അതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈശോ 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തു. ഇത് വനിതകൾക്കും വേണ്ടിയുള്ളതായിരുന്നു എങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? സ്ത്രീകളെ എടുക്കും. ഈ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ സ്ത്രീകളുണ്ടായിരുന്നു. എന്നാൽ ഈശോയെ അനുഗമിച്ച സ്ത്രീകളുണ്ടായിരുന്നു. ഈ 12 അപ്പസ്തോലന്മാരുടെ ഗണത്തിൽപ്പെടാത്ത പല സ്ത്രീകളും, മഗ്ദലന മറിയം, അതുപോലെ കൂസായുടെ ഭാര്യ, സെബദീപുത്രന്മാരുടെ അമ്മ, ഇവരൊക്കെ ഈശോയെ അനുഗമിച്ചു. സൂസന്നെ അനുഗമിച്ചത് പറയുന്നുണ്ട് അല്ലേ? ലൂക്കാസ് സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 3 വരെ വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് ഈശോയെ അനുഗമിച്ച സ്ത്രീകളുടെ പട്ടിക കിട്ടും. അപ്പോൾ അവരെല്ലാം ഈശോയെ അനുഗമിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈശോ അവരെ ഈ അപ്പസ്തോല ഗണത്തിൽ അംഗങ്ങളാക്കിയില്ല. അവരുടെ ശുശ്രൂഷ വ്യത്യസ്തമാണ് എന്ന് ഈശോ അവരെ എപ്പോഴും ബോധ്യപ്പെടുത്തിയിരുന്നു. ഇനി ചിലർ പറയും അത് അന്ധകാലത്ത് സ്ത്രീകൾക്ക് വലിയ സ്ഥാനമൊന്നും ഇല്ലായിരുന്നു, അതേപോലെയാണ് ഇന്ന് എല്ലായിടത്തും സ്ത്രീകൾക്ക് തുല്യതയുണ്ടല്ലോ, അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഇല്ല? ഈശോ കേവലം കാലഘട്ടം പറഞ്ഞതനുസരിച്ച് സ്ത്രീകളെ അവഗണിച്ച വ്യക്തിയായിരുന്നില്ല. കാലഘട്ടത്തിന് വിരുദ്ധമായി ചിന്തിക്കുകയും കാലഘട്ടത്തെ എതിർത്ത് സ്ത്രീകളെ ആദരിക്കുകയും ചെയ്ത വ്യക്തിത്വമായിരുന്നു ഈശോയുടേത് അല്ലേ? ഒരു സ്ത്രീയുടെ സാക്ഷി ഒരിക്കലും ഒരു കോടതിയിലും ഒരു സ്ഥലത്തും അംഗീകരിക്കാൻ പാടില്ല എന്നാണ് യഹൂദ നിയമം. യഹൂദ മിഷ്നായി പറയുന്നത് സ്ത്രീ കോടതിയിൽ പറയുന്ന സാക്ഷ്യവും കോടതിക്ക് പുറത്ത് നായ കുരയ്ക്കുന്നതും തുല്യ വിലയുള്ളതാണെന്നാണ്. സഹോദരിമാരെന്നോട് ക്ഷമിക്കുക, ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് യഹൂദ മിഷ്നായിലെ ഒരു വാദമാണ്. അതായത് സ്ത്രീക്ക് അത്രയും വിലയില്ലാത്തൊരു കാലമാണത്. അവിടെയാണ് ബൈബിളിലെ ഏറ്റവും വലിയ 2 രഹസ്യങ്ങൾ 2 സ്ത്രീകൾ പറഞ്ഞതിൻ്റെ പേരിൽ ആ സഭ വിശ്വസിക്കുക. ദൈവപുത്രനായ ഈശോ പരിശുദ്ധ മറിയത്തിൻ്റെ ഉദരത്തിൽ മനുഷ്യനായി പിറന്നു. ഇതറിയാവുന്ന, ഇത് സാക്ഷ്യപ്പെടുത്താൻ കഴിവുള്ള ഒരേ ഒരാൾ ആരാണ്? പരിശുദ്ധ അമ്മയാണ്. ആ അമ്മ പറഞ്ഞ സാക്ഷ്യത്തെയാണ് നമ്മൾ വിശ്വസിക്കുക. ഈശോ ഉദ്ധാനം ചെയ്തു. മഗ്ദലനക്കാരി മറിയമാണത് വന്ന് ശിഷ്യന്മാരോട് പറയുക അല്ലേ? അപ്പോൾ നോക്കിക്കേ, ഈശോ കേവലം സ്ത്രീകളെ അവഗണിച്ചവർ ആളല്ല, സ്ത്രീകൾക്ക് അർഹതയില്ല എന്ന് ആ കാലഘട്ടം വിലയിരുത്തിയതെല്ലാത്തിനെയും വെല്ലുവിളിച്ചുകൊണ്ട് സ്ത്രീകളെ ഉയർത്തിപ്പിടിച്ചവനാണ് ക്രിസ്തു. ദൈവത്തിൻ്റെ അമ്മ എന്ന സ്ഥാനം സ്ത്രീക്ക് കൊടുത്തുകൊണ്ടാണ് ഈശോ മനുഷ്യനായി പിറന്നത് ഇല്ലേ? ദൈവത്തിൻ്റെ അപ്പൻ എന്ന് പറയുന്നൊരു സ്ഥാനം ഉണ്ടോ എവിടെയെങ്കിലും? ഇല്ല. ദൈവത്തിൻ്റെ അമ്മ എന്ന് പറയുന്ന സ്ഥാനം സ്ത്രീക്ക് ഈശോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈശോ കേവലം ഏതെങ്കിലും ഒരു സംസ്കാരം സ്ത്രീകളോട് കാണിച്ച അവഗണനയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന, ചിന്തിച്ചിരുന്ന വ്യക്തി ആയിരുന്നില്ല എന്ന് സ്ഥാപിക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അതുകൊണ്ട് ഈശോ എന്ന വ്യക്തിയെയും ഈശോ സ്ഥാപിച്ച സഭയുടെ അടിസ്ഥാന ശിലകളായ 12 അപ്പസ്തോലന്മാരെയും 21 നൂറ്റാണ്ടായുള്ള സഭയുടെ പാരമ്പര്യത്തെയും സാക്ഷി നിർത്തിക്കൊണ്ടാണ് വനിതാ പൗരോഹിത്യം കത്തോലിക്ക കാഴ്ചപ്പാടിൽ അനുവദിക്കാത്തത്. ഇത് സ്ത്രീകളോടുള്ള ഒരു വിവേചനമായി ആരും കരുതരുത്. എന്തുകൊണ്ടാണ് സ്ത്രീകളോട് വിവേചനമായി കരുതുന്നത് എന്ന് ചോദിച്ചാൽ, അച്ഛന്മാർക്ക് സമൂഹത്തിൽ വലിയ നിലയും വിലയും അവർ വലിയ ഗമയിൽ നടക്കുകയും ചെയ്യുന്നു അല്ലേ? അത് കാണുമ്പോൾ തോന്നുന്നതാണ്. അതേസമയം സഭയിലെ സന്യാസ ജീവിതത്തിൽ ഈ 3 വ്രതങ്ങളും പാലിച്ച് സന്യാസത്തിൽ സന്യസ്തരായ പുരുഷന്മാരും സന്യസ്തരായ സ്ത്രീകളും തുല്യ പദവിയിലുള്ളവരാണ്. പല സന്യസ്തരും പിന്നീട് പൗരോഹിത്യത്തിൻ്റെ ഈ ഒരു പദവി കണ്ട് സന്യാസത്തെക്കാളും പൗരോഹിത്യ വഴിയിലേക്ക് വന്നു. ഇപ്പോൾ സന്യാസഭകളെല്ലാം, പുരുഷ സന്യാസഭകളിൽ നല്ലൊരു പങ്കും പൗരോഹിത്യ സഭകളായി മാറിയതുകൊണ്ട് അവരിൽ സന്യാസം കാര്യമായിട്ട് ഇപ്പോഴില്ല, പൗരോഹിത്യത്തിലേക്കാണ് അവരും വന്നിരിക്കുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ്
ഈ സ്ത്രീകൾക്കെതിരെയുള്ള ഒരു വിവേചനം എന്ന് തോന്നാവുന്ന ഒരു സാമൂഹിക പരിതോവസ്ഥ രൂപപ്പെട്ടത്. മറിച്ച് സകല വിശ്വാസികൾ വൈദികർ സിസ്റ്റേഴ്സിനെ ആദരിച്ചും ബഹുമാനിച്ചും സംസാരിക്കുമ്പോൾ, അൽമായർ സിസ്റ്റേഴ്സിനെ ആദരിച്ചും ബഹുമാനിച്ചും പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ഈ വിവേചനത്തിൻ്റെ വിഷയം അവിടെ ഇല്ലാതായിത്തീരുന്നു. ഓരോരുത്തർക്കും വ്യത്യസ്ത ശുശ്രൂഷകൾ സഭയിലുള്ളതിൻ്റെ ഭാഗമായിട്ട് ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് കൂടുതൽ അർത്ഥപൂർണമായ നിലപാട്. പക്ഷെ നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ സമയം ഏറെക്കുറെ അവസാനിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും ചോദിക്കാനുണ്ട് എന്ന് നിങ്ങളുടെ മുഖത്ത് നിന്ന് വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിലുള്ളതും എഴുതി തയ്യാറായതുമായിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് വീണ്ടും ചോദിക്കാൻ അവസരമുണ്ട്. ഈ വിഷയത്തിൻ്റെ തുടർച്ചയായി അടുത്ത എപ്പിസോഡിൽ തുടർ ചർച്ചകളുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അതുവരെയും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം. നന്ദി. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.